ഈ കഷ്ടത ഒരു ദിവസം മാറും, ഈ കണ്ണുനീര് ഒരു ദിവസം മാറും, ഈ പ്രതികൂലം ഒരു ദിവസം മാറും, ഈ ദുഃഖം ഒരു ദിവസം മാറും, ഈ പരിഹാസം ഒരു ദിവസം മാറും, ഈ നിന്ദകൾ ഒരു ദിവസം മാറും, ഈ തെറ്റിദ്ധാരണകൾ ഒരു ദിവസം മാറും. നമുക്കിവിടെ മുട്ടുമടക്കാം, നമുക്കിവിടെ കണ്ണുനീരൊഴുക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് പോണ്ട. ആ മോബാബ് ശരിയല്ല. അവിടെ നമ്മുടെ സാമ്പത്തിക ലാഭം കിട്ടും, അവിടെ കാശ് കിട്ടും, അവിടെ എല്ലാം കിട്ടും. പക്ഷെ ആത്മീകമായി നമുക്ക് വളരാൻ പറ്റിയ സ്ഥലമല്ല. ആത്മീകമായി നമ്മൾ തകർന്നു പോകും. കാരണം അത് ശപിക്കപ്പെട്ട സ്ഥലമാണ്. പകൽക്കാലം ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. നീ ദൈവകൃപയിൽ നിൽക്കുമ്പോ, നീ ആലയത്തിൽ നിൽക്കുമ്പോ, നീ കർത്താവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോ ജീവിതത്തിൽ ചിലപ്പോ പ്രതികൂലം വരാം, ജീവിതത്തിൽ ചിലപ്പോ വെല്ലുവിളികൾ വരാം, ജീവിതത്തിൽ ചിലപ്പോ കഷ്ടതകൾ വരാം, ജീവിതത്തിൽ ചിലപ്പോ ഞെരുക്കങ്ങൾ വരാം, ജീവിതത്തിൽ ചിലപ്പോ സാമ്പത്തിക ക്ലേശങ്ങൾ വരാം. അതിൻ്റെ മുമ്പിൽ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം നീ എടുത്താൽ അത് ചിലപ്പോ പരാജയത്തിൽ നിന്ന് എനിക്ക് വേണോ? ഇതിനെല്ലാം കാരണം എൻ്റെ കർത്താവിനെ വിട്ടതാണ്, ഇതിനെല്ലാം കാരണം എൻ്റെ ദൈവത്തെ മറന്നതാണ്, ഇതിനെല്ലാം കാരണം എൻ്റെ കുറവാണ്. ഇന്നു പകൽ എൻ്റെ കുറവാണെന്ന് എത്ര പേര് സമ്മതിക്കോ? എൻ്റെ ബലഹീനതയാണെന്ന് എത്ര പേര് സമ്മതിക്കോ? എൻ്റെ കുടുംബം ഈ കഷ്ടതയിലായത്, എൻ്റെ കുടുംബനാഥൻ നഷ്ടപ്പെട്ടത്, എൻ്റെ മക്കൾക്ക് ഈ പ്രതികൂലം വന്നത്, എൻ്റെ സഭയ്ക്ക് ഈ പ്രശ്നം വന്നത്, എനിക്ക് ഈ ദുരിതം വന്നത് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന്, എൻ്റെ കുറവ് കൊണ്ടാണെന്ന്, എൻ്റേതാണെന്ന് ഇന്നു പകൽ ഇതിനകത്ത് ഇരുന്നു കൊണ്ട് എത്ര പേര് ഇന്നു പകൽ കാലം ഏറ്റെടുക്കോ? അവർക്കാണ് ഇന്നു പകൽ അനുഗ്രഹം. ആകാരം മുടങ്ങിയപ്പോഴാ എല്ലാം കളഞ്ഞിട്ട് പ്രാർത്ഥനയും പള്ളിയും സ്വോത്രം അല്ലേലിയും വേണ്ടെന്ന് പറഞ്ഞ് ഓടിയത്. പക്ഷെ പോയത് കൊണ്ട് ജീവിതത്തിൽ തീരാ കണ്ണുനീരും നഷ്ടം. അതുകൊണ്ട് പ്രതികൂലം വരും, പ്രശ്നം വരും, പരിഹാസം വരും, നിന്ന വരും, ഒറ്റപ്പെടൽ വരും, തെറ്റിദ്ധാരണ വരും. നീ ചെയ്യാത്തതിനെ ചെയ്തെന്ന് പറയും, അറിയാത്തതിനെ പറഞ്ഞുണ്ടാക്കും, നിന്നെ എല്ലാവരുടെ മുമ്പിലും അപമാനിക്കും. നീ ദൈവകൃപ വിടരുത്, നീ ദൈവ സന്നിധി വിടരുത്. ഒരു ദിവസം നിന്റെ സത്യസന്ധത എൻ്റെ ദൈവം ഉയർത്തി കാണിക്കൂ. ഒരു ദിവസം നിന്റെ സത്യസന്ധത ആയിരങ്ങളുടെ നടുവിൽ ദൈവം ഉയർത്തിപ്പിടിക്കൂ. അന്ന് ആമേൻ നിന്നെ പരിഹസിച്ചവരുടെ മുഖം ലജ്ജയോടെ കുനിയും കേട്ടോ.